എല്ലാവർക്കും യുആർ ക്രിയേഷൻസിന്റെ രേഖാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തക്കാളി കൊണ്ട് ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് തക്കാളി. അപ്പോൾ തക്കാളിയൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തക്കാളി വെച്ചിട്ട് ഒരു സോസ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ തക്കാളി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഈ ഭാഗമില്ലേ ഇത് കളഞ്ഞ ശേഷം 4ആയിട്ട് കട്ട് ചെയ്തിട്ട് വരാട്ടോ. ഞാനിപ്പോൾ തക്കാളി 4 കഷ്ണാക്കിയിട്ട് നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലേക്ക് മാറ്റാം. തക്കാളി നമ്മൾ ഒരു കുക്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി നമ്മൾ കുക്കർ മൂടി വെച്ച് ഒരു 4 വിസിൽ കൊടുക്കാം. നമുക്ക് ടൊമാറ്റോ നല്ലവണ്ണം വേവിച്ചിട്ടുണ്ട്. ഒരു കുക്കറിൽ ഒരു 4 വിസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെയായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വേവിച്ച് വെച്ച ടൊമാറ്റോ മൊത്തമായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഞാനിത് ഒരു അരിപ്പ വെച്ചിട്ട് മുഴുവനായിട്ട് അരിച്ചെടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ അരിച്ചു മാറ്റിയിട്ട് അവസാനത്തെ ഈ ചണ്ടി ഉപയോഗിക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് ഇത് ഗ്യാസിലേക്ക് വയ്ക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. 2 കിലോ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കിലോന് 1 ടീസ്പൂൺ. ടൊമാറ്റോ സോസിന് നല്ല കളർ കിട്ടാനും കൂടി വേണ്ടിയാണ് ഈ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. അതല്ലെങ്കിൽ അത്ര കളർ ഉണ്ടാവില്ല. കാരണം നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും കളറൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ അത് കാരണം കാശ്മീരി ചില്ലി ചേർക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവ് കൂടുതലുണ്ടാവുകയും ചെയ്യും, കളർ അത്ര ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഇതൊന്ന് തിളച്ചു വന്ന ശേഷം മതി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഏകദേശം 10 മിനിറ്റായി ഈ സോസ് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഏകദേശം പകുതി വേവായിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ ആദ്യം 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് പകുതി കുറച്ച് നല്ല വറ്റിയ ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്. പിന്നെ പകുതി വറ്റണം. നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തക്കാളിക്ക് നല്ല പുളിയാണെങ്കിൽ ചെറുതായിട്ട് മാത്രം കുറച്ച് വിനാഗിരി മാത്രം 1 സ്പൂണോ 1.5 സ്പൂണോ വിനാഗിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ തക്കാളിക്ക് തീരെ പുളിയില്ലാത്ത തക്കാളിയാണെങ്കിൽ നമ്മൾ 3 or 4 ഒക്കെ ടേബിൾ സ്പൂൺ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ആവുന്നതിനനുസരിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പുളിയാണോ മധുരമാണോ എന്താണ് കുറയണതെന്നനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെപ്പോഴും ഈ സോസ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ കുണ്ടുള്ളൊരു പാത്രത്തിൽ വേണം തയ്യാറാക്കാൻ. അതല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടിയിട്ട് അത് പുറത്തേക്കൊക്കെ പോകും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ വൃത്തികേടാവും. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ഒരിക്കലും കൂടി പോകരുത്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക. അപ്പോൾ നമ്മുടെ സോസ് ഏകദേശം റെഡി ആയിട്ടോ ഉണ്ടോ. ഒരു കുറുകിയിട്ടുള്ള പരുവത്തിലായി ഉണ്ടോ, നല്ലവണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുപ്പിക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം നമുക്കിത് ഒരു കുപ്പിയിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.